നമ്മളിപ്പോൾ ഉള്ളത് ധനുഷ്കോടിയിൽ നിന്ന് രാമേശ്വരം എത്തിയിരിക്കുകയാണ്. രാമേശ്വരത്ത് നിന്ന് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനി വരെ അത്യാവശ്യം നല്ല ഹൈവേ സ്ട്രെച്ചസാണ് നമ്മൾ എക്സ്പൾസ് 210 ഇനി ഓടിക്കാൻ പോകുന്നത്. തിരിച്ചുള്ള യാത്രയിൽ നമ്മൾ ഈ വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി മൈലേജ് ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ടാങ്ക് ടു ടാങ്ക് മൈലേജ് ടെസ്റ്റാണ്. അതുപോലെ തന്നെ ഈ എപ്പിസോഡിൽ ഈ വണ്ടി ഹൈവേയിൽ ഓടിക്കാൻ എങ്ങനെയുണ്ട്, പഴയ എക്സ്പൾസ് നമ്മുടെ ഒപ്പം ഉണ്ട്. പഴയ എക്സ്പൾസ് ഹൈവേയിൽ ഓടിക്കാൻ കുറച്ച് ബോറിംഗ് ആണ്. ഈ എക്സ്പൾസ് ഹൈവേയിൽ ഓടിക്കാൻ എങ്ങനെയുണ്ട്, 4000 കിലോമീറ്റേഴ്സായിട്ട് വണ്ടിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇതിൽ എനിക്ക് തോന്നിയേക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ മൈലേജ് ടെസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആണ് ഫുൾ ടാങ്ക്. നെക്ക് വരെ അടിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് രാമേശ്വരത്ത് നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മീറ്ററും റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 0 കിലോമീറ്ററിലാണ് റീസെറ്റ് ചെയ്തേക്കുന്നത്. ഒരു 200-300 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഫുൾ ടാങ്ക് അടിക്കും. അപ്പം ആ 300 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി എത്ര ലിറ്റേഴ്സ് കൺസ്യൂം ചെയ്തെന്ന് അവിടുത്തെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാവും. അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് പ്രോപ്പറായിട്ടുള്ള മൈലേജ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാക്കി തരാം. അപ്പോൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇനി ഫുൾ ഹൈവേ ആണ് നമുക്ക് അങ്ങോട്ടുള്ളത്, തേനി വരെ. അപ്പോൾ ഹൈവേയിൽ നമ്മളൊന്ന് നൈസായിട്ട് ക്രൂയിസ് ചെയ്തിട്ട് എത്ര ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ 4000 കിലോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൈലേജ് പ്രോപ്പറായിട്ടൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ കൺസോളിലിടയ്ക്ക് മൈലേജ് കാണിക്കാറുണ്ട്. മൈലേജ് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഡേ ടു ഡേ യൂസിന്, അത്യാവശ്യം പൊളിച്ചിട്ടുള്ള യൂസിന് പോലും എനിക്കൊരു 35, 36, 38 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് വരെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ എന്താണേലും ഓടിച്ച് നോക്കിയിട്ട് ഞാൻ കൂടുതൽ മൈലേജ് ടെസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവസാനം പറയാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഈ വണ്ടി ഹൈവേയിൽ ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ആ കാര്യങ്ങളും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ എക്സ്പൾസ് 210 അങ്ങനെ ഓൾമോസ്റ്റ് 4300 കിലോമീറ്റേഴ്സ് അടുത്ത് ഓടിയിരിക്കുകയാണ്. ധനുഷ്കോടി ട്രിപ്പ് അടിപൊളിയായിരുന്നു. നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാർ വഴി, മൂന്നാറിൽ നിന്ന് പിന്നെ ഫുൾ ഹൈവേ പിടിച്ചാണ് നമ്മൾ ധനുഷ്കോടിയിലെത്തിയത്. അറൗണ്ട് ഒരു 400 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 300 കിലോമീറ്റേഴ്സ് സ്ട്രെയിറ്റ് സ്ട്രെച്ച് ഓഫ് ഹൈവേസ് ആണ്. 120-130 പോകാൻ പറ്റുന്ന ഹൈവേസ് ആണ്. ഇടയ്ക്ക് ഇതുപോലെ പശുക്കളൊക്കെ ചാടി വരും. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയൊരു ലോങ് ഡിസ്റ്റൻസ് എക്സ്പൾസിൽ പോകുന്നത്. ഞാൻ പഴയ എക്സ്പൾസിലൊക്കെ കുറേ ട്രിപ്പ് കാര്യങ്ങൾ പോയിട്ടുണ്ട്. നമ്മളിത് ഉത്തരാഖണ്ഡ് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ട്രെയിനിലൊക്കെയാണ് കൊണ്ടുപോയേക്കുന്നത്. ഹൈവേസ് ഓടിക്കാൻ എനിക്ക് ആ വണ്ടി പേഴ്സണലി ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പം എൻ്റെ വീഡിയോസ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ വരെ പോകുന്ന വീഡിയോ ഒക്കെ മാക്സിമം ഹൈവേസ് ചെയ്യാൻ പോയിട്ടുള്ളൂ. കാരണം എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആ വണ്ടി ഹൈവേസ് ഓടിക്കാൻ വേണ്ടി ഭയങ്കര സ്ലോ ആണ് വണ്ടി. പവർ ഉണ്ടാവില്ല. ഒരു 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഒരു എൻജിൻ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ പഴയ എക്സ്പൾസ് 200 കാർബ് കൊണ്ടുപോയിട്ട് അതിൻ്റെ എൻജിൻ അടിച്ചു പോയിട്ടുണ്ട് 100-120 പിടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ എക്സ്പൾസ് എന്നുള്ളൊരു പഴയ എക്സ്പൾസ് 200 ആയിട്ട് എനിക്കങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഹൈവേ ടൂറിങ് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ധനുഷ്കോടിയോ അങ്ങനെ ബാംഗ്ലൂരോ ഒന്നും അങ്ങനെ എക്സ്പൾസിൽ പോയിട്ടില്ല. ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ടൂറിങ് കേപ്പബിളാണ്. ഇതിന് അത്യാവശ്യം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോടെയാണ് നമ്മൾ ധനുഷ്കോടി ട്രിപ്പിന് ഇറങ്ങി തിരിച്ചത്. ഐ എം സോ ഹാപ്പി വിത്ത് ദ എക്സ്പീരിയൻസ് റൈറ്റ് നൗ. അത്യാവശ്യം നല്ല സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ധനുഷ്കോടി വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരു ഭയങ്കര ഹാപ്പിയൊന്നുമല്ല. നമുക്കൊരു 100 കിലോമീറ്റർ 110 കിലോമീറ്ററൊക്കെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ ഞാൻ വന്നത് ഒരു 90-100 മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. ഇടയ്ക്കൊരു 130-135 ഒക്കെ ടോപ്പ് സ്പീഡ് അടിച്ചു. ഭയങ്കര കംഫർട്ടബിൾ ജേണി ആയിരുന്നു. നല്ല സസ്പെൻഷനാണ് ഈ വണ്ടിക്കുള്ളത് പഴയ എക്സ്പൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഹൈവേ ടൂറിങ്ങും മെച്ചപ്പെട്ടതുപോലത്തെ ഫീലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് വലിയ മടുപ്പൊന്നുമില്ലായിരുന്നു. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആഷിഫ് നമ്മുടെ എക്സ്പൾസ് 200 പോയത്. അവന് ഭയങ്കര മടുപ്പായിരുന്നു. അവന് ഹൈവേ ഓടിച്ചിട്ട് ഭ്രാന്തായി എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നിയില്ല. ഈ വണ്ടി ഓടിച്ചിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ഹൈവേസിൽ ഒരു 100-90 പിടിച്ച് വരാൻ പറ്റി. അതുപോലെ തന്നെ പഴയ വണ്ടിയുടെ
സീറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ സീറ്റിന് കാണാൻ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും സീറ്റും ഭയങ്കര കംഫർട്ടബിളായി. പഴയ ആദ്യത്തെ മോഡൽ എക്സ്പൾസ് കാറിൻ്റെയൊക്കെ സീറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും കംഫർട്ടില്ലായിരുന്നു. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ചന്തി വേദനയായിരുന്നു. പക്ഷേ ഈ എക്സ്പൾസിൻ്റെ സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല, കംഫർട്ടബിളായിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വലിയ തളർച്ചയോ ക്ഷീണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ നിന്ന് ധനുഷ്കോടി വന്നിട്ട് ഈസിലി രാവിലെ തുടങ്ങി വൈകിട്ട് നമുക്ക് ധനുഷ്കോടി എത്താൻ പറ്റുന്ന ഒരു കേപ്പബിളായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് എക്സ്പൾസ് 210 എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ പക്ഷേ നമ്മൾ മൂന്നാറിലൊക്കെ സ്റ്റേ ചെയ്തിട്ടാണ് വന്നത്. തിരിച്ചൊറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ എറണാകുളം പിടിക്കാൻ പോകുന്നത്. അതിനുള്ള കേപ്പബിലിറ്റി ഈ വണ്ടിക്കുണ്ട്. അതിൽ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലത്തെ ലോങ് ഡിസ്റ്റൻസ് ഇതിനകത്ത് അടിക്കാൻ പറ്റും. ഇപ്പോൾ പലരും ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ഈ വണ്ടിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴും കംഫർട്ടബിളാണ് വണ്ടി ഓടിക്കാനായിട്ട്. അത്യാവശ്യം നല്ല മൈലേജും തരുന്നുണ്ട്, ആവശ്യത്തിനുള്ള പവറും ഉണ്ട്. ഫണ്ണായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണിത്. അപ്പോൾ എന്താണേലും ഇതിൻ്റെ മൈലേജ് നമുക്ക് എനിക്ക് തോന്നുന്നു തേനിയോ അല്ലെങ്കിൽ മധുരം എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ റീഫിൽ ചെയ്തിട്ട് നമുക്ക് മൈലേജ് പ്രോപ്പറായിട്ട് എത്ര കിട്ടുന്നുള്ളത് നോക്കാം. ധനുഷ്കോടി ട്രിപ്പിൻ്റെ വീഡിയോസ് അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അത്യാവശ്യം ലെങ്ത് ഉള്ള വീഡിയോ ആണ്. 2 വീഡിയോസ് വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ കാണാത്തൊരു ധനുഷ്കോടിയാണ് ഇത്തവണ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ ചുട്ട് പൊള്ളുന്ന വെയിലായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ വന്നപ്പോൾ ഒക്കെ ഉള്ളത്. അതിൻ്റെ യൂട്യൂബ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല മഴയാണ് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് ഓടിക്കണം. ചൂടില്ലാത്തതുകൊണ്ടുള്ള കംഫർട്ടും ഉണ്ട്. ഓ കട്ട മഴ. എന്താണേലും ഞാൻ നിർത്തുന്നില്ല. നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അങ്ങ് ഓടിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ മഴ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ. എന്താണേലും ഈ മൈലേജ് ടെസ്റ്റ് നല്ല മഴയത്ത് കൂടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. പൊതുവെ എക്സ്പൾസ് 210 കുറേ നെഗറ്റീവ് റിവ്യൂസാണ് റൈറ്റ് നൗ ഓൺലൈൻ കാണാൻ കഴിയുന്നത്. കുറേ പോസിറ്റീവ് റിവ്യൂസും ഉണ്ട്. പക്ഷേ നെഗറ്റീവ് 1 or 2 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് സ്പ്രെഡ് ആവാൻ ഭയങ്കര ചാൻസസ് കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റിവ്യൂസ് കുറേ അധികം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. പോസിറ്റീവ് റിവ്യൂസും കാണുന്നുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് 4200 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ട് എനിക്ക് അങ്ങനെ വലിയൊരു പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്കിതുവരെ എൻ്റെ എൻജിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. വണ്ടി എന്ന് വാങ്ങിച്ചോ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ എൻജിൻ്റെ സൗണ്ടൊന്നും മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. അന്ന് വാങ്ങിച്ചപ്പോൾ ഉള്ള പവർ തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ക്വാളിറ്റി ഇഷ്യൂസൊന്നും എനിക്കങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് ചെറിയ ഫീഡ്ബാക്കുകൾ മാത്രമേ ഈ വണ്ടിയിൽ ബെറ്റർ ആയിരുന്നെങ്കിൽ നന്നായനെ എന്ന് തോന്നിയുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മഡ് ഗാർഡ് ഡിസൈൻ ചെയ്തേക്കുന്നത് പ്രോപ്പറായിട്ടല്ല. അത്യാവശ്യം നല്ല ചെളിയെല്ലാം അടിച്ച് ഇവിടെ കിട്ടുന്നുണ്ട്, ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്, ചില സമയത്ത് ഹെൽമെറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ പാൻറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡും ചെളിയായിരുന്നു. അപ്പോൾ ചെളി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൻ്റെ മഡ് ഗാർഡ് ഡിസൈൻ ഒരു ഫ്ലോപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും മഡ് ഗാർഡിൻ്റെ മുമ്പിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന എന്തോ സാധനം ആക്സസറി ആയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ഇറങ്ങുന്നുണ്ടെന്ന് കേട്ട് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഡ് ഗാർഡിൽ ചെളി തെറിക്കുന്ന ഇഷ്യൂ പോകുമെന്നാണ് പല എക്സ്പൾസ് ഓണേഴ്സും പറയുന്നത്. എല്ലാ എക്സ്പൾസ് ഓണേഴ്സും ഈ ഒരു ചെളി തെറിക്കുന്ന ഇഷ്യൂ നന്നായിട്ട് പറയുന്നുണ്ട്. ഈ ട്രൈം സ്ക്രാംബ്ലർ എന്ന് പറഞ്ഞ ബൈക്ക് ഉണ്ടല്ലോ, അതിലും ഈ ചെളി തെറിക്കുന്ന ഇഷ്യൂ ഉണ്ട്. എനിക്കൊന്നും അവരെന്താ പ്രോപ്പറായിട്ട് മഡ് ഗാർഡ് ടെസ്റ്റ് ചെയ്യാനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലുള്ള ആൾക്കാർ വണ്ടി ഓടിച്ച് നോക്കുന്നതല്ല. ഇത് ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ചെളി തെറിക്കുന്നുണ്ട്, പെട്ടെന്ന് വണ്ടി അഴുക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്കൊക്കെ എപ്പോഴും ഡേർട്ടിയാവും. ഒരു മഴയത്തൊരു ചെറിയൊരു റൈഡ്, മഴയത്തൊന്നും പോകണ്ട, കുറച്ച് ചെളിയുള്ള റോഡിൽ കൂടെ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ചെളി അടിച്ച് വണ്ടിയുടെ ഹെഡ്ലൈറ്റിലും ഇതിലുമൊക്കെയാണ് കവറപ്പ് ആവുന്നത്. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അത് ബെറ്റർ ആക്കണമെന്ന് തോന്നി. എന്താണെങ്കിലും ഇപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറി ഉണ്ട്, അതെന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് വേറെ അടുത്ത നെഗറ്റീവ് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ചസ് ആണ്. ഈ സൈഡിലത്തുള്ള സ്വിച്ചസ് ഇതുവരെ മാറ്റിയിട്ടില്ല. ഇടയ്ക്കൊന്ന് ലോക്കായി നിന്നായിരുന്നു. ഇപ്പോൾ ലോക്കൊന്നുമില്ല, എന്നാലും സ്വിച്ചസ് കുറച്ച് ടൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സ്വിച്ചസിൻ്റെ ക്വാളിറ്റിയും കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഇനീഷ്യലി എനിക്ക് മറ്റേ ന്യൂട്രൽ വീഴുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, കള്ളൻ വീഴുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോൾ ന്യൂട്രൽ വീഴും,
സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് വിടുമ്പം ന്യൂട്രൽ വീഴും. അതൊരു ആദ്യത്തെ 1000 കിലോമീറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം 4200 കിലോമീറ്ററായി. ഇപ്പം അങ്ങനെ കള്ളൻ വീഴുന്ന ഇഷ്യൂ ഇല്ല. ഇപ്പം ഫോൾസ് ന്യൂട്രലൊന്നും വീഴുന്നില്ല. ഈസി ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു റണ്ണിൻ പീരീഡ് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. ഇപ്പം നിങ്ങളിപ്പോൾ പുതിയൊരു എക്സ്പൾസ് 210 വാങ്ങിച്ചാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് നാൾ ഓടിച്ച് കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കലി റെഡിയാവും. ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ പേഴ്സണലി ഞാൻ എൻ്റെ പഴയ റിവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്കൊരു പേഴ്സണലി ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതൊരു പ്രോബ്ലം ആയിട്ടേ തോന്നുന്നില്ല. എനിക്കിപ്പം ഈസിലി ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പം പുതിയ എക്സ്പൾസിന് കുറച്ച് എൻജിൻ ഹീറ്റ് കൂടുതലാണ്. ആ എൻജിൻ ഹീറ്റ് കറക്റ്റായിട്ട് നമ്മുടെ കാലിൻ്റെ ഇടയ്ക്ക് അടിക്കുന്നുണ്ട്. ഈവൻ ഇൻ ദ മൗണ്ടെയിൻസ്, ഈവൻ ഇൻ ദ ഹൈവേസ്, സിറ്റി ട്രാഫിക്കിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഹീറ്റ് അത്യാവശ്യം അറിയാൻ പറ്റുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു എൻജിനാകുമ്പോൾ ഹീറ്റാവും. നമ്മൾ വലിയ വലിയ ബൈക്സൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഹീറ്റിംഗ് ഇഷ്യൂ എന്നൊന്നും വിളിക്കാനേ പറ്റില്ല. പക്ഷേ പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ ഹീറ്റ് ഉണ്ട്. ഈ ഹൈവേസ് ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ മൗണ്ടൻ റോഡ്സ് ഓടിക്കുമ്പോഴും ഹീറ്റ് ഉണ്ടെങ്കിലും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഒരു സിറ്റി ട്രാഫിക്കിലേക്ക് കയറി കഴിയുമ്പോൾ ഹീറ്റിംഗ് ചിലപ്പോൾ നിക്കറൊക്കെ ഇട്ട് ഓടിക്കുവാണെങ്കിൽ ഹീറ്റിംഗ് അറിയാൻ പറ്റും. നിങ്ങൾ ഇൻ്റർസെപ്റ്റർ 650യും GT 650 ഒക്കെ നിക്കറിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഒരു ഹീറ്റ് അടിക്കില്ല. അത്രയും ഹീറ്റില്ല, എന്നാൽ അതിനേക്കാളും കുറച്ച് ഹീറ്റ് നമ്മുടെ കാലിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതൊരു ഇഷ്യൂ ആയിട്ട് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. എൻജിനാകുമ്പോൾ ഹീറ്റാവും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൈഡർ സീറ്റ് ഇപ്പോൾ കംഫർട്ടബിളാണ്. പില്ലിയൻ സീറ്റ് പഴയ എക്സ്പൾസ് പോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല, ഒട്ടും കംഫർട്ടില്ല. ഈ വണ്ടി എപ്പോഴും ഒരു സോളോ ടൂറിങ്ങിനായിരിക്കും ബെസ്റ്റ്. ഒരു പില്ലണ വെച്ച് യാത്ര ചെയ്യാൻ കംഫർട്ടബിളായിട്ടുള്ള മോട്ടോർ സൈക്കിളൊന്നുമല്ല എക്സ്പൾസ് 210 ഇപ്പോഴും. ഒന്ന് ഒരു പില്ലൺ വെച്ച് കഴിയുമ്പം അത് നല്ല രീതിയിൽ പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പില്ലിയൺ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല പുറകിലിരിക്കാനായിട്ട്. അതുപോലെ തന്നെ പില്ലിയൺ വന്നു കഴിഞ്ഞാൽ റൈഡറിനിരിക്കാനും വലിയ കംഫർട്ട് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പൾസ് 210 പഴയ എക്സ്പൾസ് പോലെ തന്നെ ഒരു പില്ലിയൺ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിളൊന്നും അല്ല. പിന്നെ ലൈറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ എക്സ്പൾസൊക്കെ വെച്ചിട്ടുള്ള ലൈറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എക്സ്പൾസ് 200 4V OBD2 ഹെഡ്ലൈറ്റ് തന്നെയാണ്. ദർ ഈസ് റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. പക്ഷേ മോശം ഹെഡ്ലൈറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശം ഹെഡ്ലൈറ്റ് ഒന്നും അല്ല. അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. നൈറ്റൊക്കെ നമ്മൾ അത്യാവശ്യം ഓടിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഒരു ഓക്സിലറി ലൈറ്റും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ വേറെ എടുത്ത് പറയേണ്ട നെഗറ്റീവ് എന്ന് പറയുന്നത് കൺസോളാണ്. കൺസോൾ ഇപ്പോൾ കാണാനൊക്കെ അടിപൊളിയാണ്. കുറേയധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൺസോളിലുണ്ട്. പാട്ട് കേൾക്കാം, പാട്ട് നമുക്ക് മാറ്റാം, അതുപോലെ തന്നെ ഏത് പാട്ടാണ് പ്ലേ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റാം. പിന്നെ മാപ്പ് ഇന്ത്യയുടെ മാപ്സ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. കുറേ ഡീറ്റെയിലിംഗ് ഇതിൻ്റെ ഉള്ളിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം വണ്ടിയുടെ പോലത്തെ ഒരു കൺസോൾ പോലെയാണ് ഇപ്പം നിങ്ങൾക്ക് തോന്നുമ്പം കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ലൊരു വെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു റിഫ്ലക്ഷൻ ഉണ്ട്. ആ റിഫ്ലക്ഷൻ കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഫുൾ ബ്ലാക്ക് ഔട്ട് ആയ പോലത്തെ ഒരു ഫീലാണ് കൺസോൾ കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ തണലുള്ള ടൈമിലൊക്കെ ഈ കൺസോൾ കാണാൻ ഭയങ്കര ഒരു പ്രീമിയം ഫീലാണ്. വെയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഈ ഹൈവേ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയാണ്ട് ഈ ഹൈവേ ഓടിക്കുന്ന സമയത്ത് ഈ വണ്ടിക്കൊരു ക്രൂയിസ് കൺട്രോൾ ഫീച്ചറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്കൊരു 90-ലോ 100-ലോ ഇട്ടിട്ട് അങ്ങ് ട്രാവൽ ചെയ്യായിരുന്നു. നല്ല ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും. നല്ല ക്രൂയിസ് കൺട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 70-ലോ 80-ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്യൂവൽ എഫിഷ്യൻസിയും കിട്ടും. അത് ഫ്യൂവലിംഗ് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. ക്രൂയിസ് കൺട്രോളൊക്കെ ഈ വണ്ടിക്ക് കൂടുതലല്ലേ ബ്രോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹീറോ അവരുടെ ഗ്ലാമറിൽ വരെ ക്രൂയിസ് കൺട്രോൾ കൊണ്ടുവന്ന് അവരിറക്കിയ ടൂറിംഗ് ബൈക്ക് അല്ലെങ്കിൽ ഓഫ് റോഡിങ് ബൈക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പൾസിൽ അവർക്ക് കൊണ്ടുവന്ന എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊരു അടുത്ത അപ്ഡേറ്റിൽ ഈ വണ്ടിക്ക് ക്രൂയിസ് കൺട്രോൾ കൊണ്ടുവരാം. ആദ്യമായിട്ട് ക്രൂയിസ് കൺട്രോൾ ഒരു ഗ്ലാമറിൽ കൊണ്ടുവന്നെങ്കിൽ പിന്നെ ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവരണ്ടേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത അപ്ഡേറ്റിൽ അവർ ക്രൂയിസ് കൺട്രോൾ ഈ വണ്ടിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും എനിക്കങ്ങനെ എടുത്ത് പറയാനായിട്ട് വന്നിട്ടില്ല. എല്ലാവരും പൊതുവേ പറയുന്നത് എൻജിൻ സൗണ്ട് മാറുന്നുണ്ട്, ടെൻഷനറിൻ്റെ സൗണ്ട് വരുന്നുണ്ടെന്നൊക്കെയാണ്. പക്ഷേ എൻജിൻ സൗണ്ട് കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ പ്രശ്നം തോന്നിയില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോ ആൾക്കാരാണ്. ചിലർക്ക് പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ വെറുതെ പറയുന്നതാണെന്നൊന്നും ഒരിക്കലും പറയില്ല. ചിലപ്പോൾ അവർക്ക് പ്രശ്നം നേരിട്ടിട്ടുണ്ടാവും, അവർക്ക് ഇഷ്യൂ നേരിട്ടിട്ടുണ്ടാവും.
എനിക്ക് പേഴ്സണലി ഇഷ്യൂ നേരിട്ടിട്ടില്ല. ഞാനതാണ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, അല്ലാണ്ട് ഇതൊരു പെയ്ഡ് റിവ്യൂ ആണ്, ഞാൻ കാശ് കൊടുത്ത് പറയുകയാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ എൻ്റെ ഓണസ്റ്റായിട്ടുള്ള എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇതിൽ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിലാണെങ്കിലും ഫോളോ ചെയ്യുന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് നെഗറ്റീവ് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് തിങ്സ് കൂടുതലായിട്ട് ഹാപ്പൻ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അത് എന്ത് കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുത്തിട്ട് കുറേ യൂസർ എക്സ്പീരിയൻസും ഓണർഷിപ്പ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കതിനകത്ത് വണ്ടിയുടെ നല്ല കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല. അത് ഏത് വണ്ടിയുടെ ആണെങ്കിലും ഇവർ ഈ കംപ്ലൈൻറ്റും ഇഷ്യൂസും കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മൾ കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്കും ഫുൾ ടെൻഷനാവും. എഞ്ചിന് സൗണ്ടൊന്നും മാറിയിട്ടില്ലേ പോലും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എഞ്ചിൻ്റെ സൗണ്ട് മാറി. ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിന്തിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യുന്നതും ഞാൻ പേഴ്സണലി പല ആൾക്കാരിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് വണ്ടിയാണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ചിന്തിക്കാറുള്ളൂ. വെൻ യു തിങ്ക് നെഗറ്റീവ് തിങ്സ് വിൽ ഹാപ്പൻ. വെൻ യു തിങ്ക് പോസിറ്റീവ് യു വിൽ ഹാവ് മോർ പോസിബിലിറ്റീസ് എന്നാണ് എനിക്ക് എപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വണ്ടി വാങ്ങിക്കുക. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വലിയ പ്രശ്നമുള്ള മോട്ടോർ സൈക്കിളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഭയങ്കര രസമുള്ള, ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള, ഈ ബഡ്ജറ്റിൽ ഇത്രയധികം ഫീച്ചേഴ്സും ഇത്രയധികം ഫണ്ണായിട്ടുള്ള വേറെ മോട്ടോർ സൈക്കിൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇതുപോലെ ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ഇത്രയും അടിപൊളി സസ്പെൻഷൻ തരുന്നുള്ള, നല്ല എക്സോസ്റ്റ് നോട്ടുള്ള, നല്ല ഫീച്ചേഴ്സുള്ള, നല്ല കൺസോളുള്ള ഒരു അടിപൊളി വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. വേർത്താണ്, ഭയങ്കര വാല്യൂ ഫോർ മണി ആയിരുന്നു. വേറൊരു വണ്ടി ഇതിനൊരു കമ്പാരിസൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം TVSൻ്റെ RTX വന്നപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു 30,000 രൂപ കൂടുതലേ ഉള്ളൂ. പക്ഷേ ആ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫണ്ണായിട്ടുള്ള മോട്ടോർ സൈക്കിളാണെന്ന് ഞാൻ പറയില്ല. ഇത്രയും കേപ്പബിളായിട്ടുള്ള മോട്ടോർ സൈക്കിളല്ല ഈ ഓഫ് റോഡ് പോകാനൊക്കെ. പക്ഷേ അത് ഹൈവേ ടൂറിങ്ങിന് ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഓഫ് റോഡ് പോകാനും ആ വണ്ടി കേപ്പബിളാണ്. പക്ഷേ ഈ വണ്ടിക്ക് ഒരു പ്രത്യേക ഒരു സോളുണ്ട്, ഒരു പ്രത്യേക ഒരു ഫീലുണ്ട്. അതെനിക്ക് ആ വണ്ടിയിൽ കൂടുതൽ ഞാൻ ഓടിച്ചിട്ടില്ല. ഷിംലയിലാണ് ഓടിച്ചേക്കുന്നത്. അതൊരു പഞ്ച് ലാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരു അൾട്ടിമേറ്റ് ടൂററാണ്. ഓഫ് റോഡ് ചെയ്യാൻ കേപ്പബിൾ ആണ്. പിന്നെ ലോഡ് ഓഫ് ഇലക്ട്രോണിക്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് റിയലി ബിഗ് മോട്ടോർ സൈക്കിൾ, ഹ്യൂജ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. ആൻഡ് അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലർ പ്രൈസിങ് ആണ് ആ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഒരു GS 310 പ്രൈസ് വരേണ്ട വണ്ടിയാണ്. GS 310 ഫീച്ചേഴ്സും ആ വണ്ടിക്കുണ്ട്. GS 310 എത്ര 4 ലക്ഷം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന വണ്ടി ഇവർ 1.99 ലാക്സിന് ഇറക്കി 2.40 ലാക്സിന് ഓൺ റോഡ് വരുമ്പോൾ അത് ഈ വണ്ടിക്ക് നല്ലൊരു പ്രൈസ് വൈസ് ഭയങ്കര കോമ്പറ്റീഷനാണ്. പക്ഷേ എക്സ്പൾസിൽ നമ്മൾ ചെയ്യുന്നൊരു ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, മല കയറുക, ചുമ്മാ സിറ്റി ട്രാഫിക്കിൽ ഓടിച്ചുകൊണ്ട് നടക്കുക, മഴയത്ത് ഓടിക്കുക, ഒരു രസമുണ്ട്, ഒരു സോളുണ്ട്, ഒരു ഫണ്ണുണ്ട് ഈ വണ്ടി ഓടിക്കാൻ. അത് ഈ വണ്ടിക്കുള്ള സംഭവം തന്നെയാണ്. ഇത് ഭയങ്കര രസമാണ്. ഇത്രയും ലൈറ്റ് വെയിറ്റ് ഒക്കെ ആയിട്ട് ഇട്ട് കളിക്കാൻ ഭയങ്കര ഫീലുള്ളൊരു മോട്ടോർ സൈക്കിളാണ് എക്സ്പൾസ് 210. ബട്ട് സ്റ്റിൽ RTX അങ്ങനെ ഒരു പ്രൈസിൽ വന്നുകൊണ്ട് എക്സ്പൾസിന് അത് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ കൂടിയായിരിക്കും. ഇതുവരെ അങ്ങനെ ഒരു പ്രോപ്പർ കോമ്പറ്റീഷൻ എക്സ്പൾസിന് വന്നിട്ടില്ല. വന്നതൊക്കെ വരാൻ പലരും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഹൈവേ ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് ഇപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഒരു 80-ലാണ് നമ്മൾ പോകുന്നത്. 80-ലൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് 5500 RPM റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് 6th ഗിയറിൽ. ഭയങ്കര കംഫർട്ടബിൾ ക്രൂയിസ് ആണ്. 90-ലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രൂയിസ് ചെയ്യാം. ഞാനിപ്പം സംസാരിക്കുന്നത് ഒരു ഡിസ്റ്റർബൻസ് വരും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ 80-ൽ ക്രൂയിസ് ചെയ്യുന്നത്. ഭയങ്കര കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സ്പീഡിലൊക്കെ. 100 വരെ ഈസിയാണ്. 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ ചെറുതായിട്ട് സ്ട്രെസ്ഡ് ആവുന്നത് പോലത്തെ ഫീലുണ്ട്. അപ്പോൾ അത്ര സ്ട്രെസ് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയാണ് നമ്മൾ ഈ ഒരു സ്പീഡ് റേഞ്ചിൽ ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്കൊക്കെ കൂടുതൽ പണി കിട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതുപോലത്തെ ഹൈവേസ് കിട്ടുമ്പോൾ 130 ഇങ്ങനെ ഒരു അരമണിക്കൂർ നിർത്താണ്ടൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ എൻജിൻ സ്ട്രെസ്സായിട്ട് ചിലപ്പം എൻജിൻ അടിച്ച് പോകാനോ ടെൻഷനിൽ പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട്. സോ നമ്മളിങ്ങനെയൊക്കെ ഹൈവേസ് കിട്ടുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഓടിക്കുക, ഒരു 90-100 ഓടിക്കുക. ഇടയ്ക്കൊരു അത്യാവശ്യം വരുമ്പോൾ ഒരു 120-130 ഒക്കെ അടിച്ചാൽ കുഴപ്പമില്ല. ഇത് എപ്പോഴും ഈ 130-ലൊക്കെ പിടിച്ചിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വണ്ടിയിൽ കാണിക്കാൻ തുടങ്ങുന്നത്. നമ്മളൊരു മാന്യമായിട്ട് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ട് നടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഓടിക്കാനായിട്ട്. ഭയങ്കര കംഫർട്ടബിളായിട്ട് ആ സ്വീറ്റായിട്ടുള്ള എക്സോസ്റ്റ് നോട്ട് കേട്ട് ഇങ്ങനെ ഓടിച്ചങ്ങ് പോവാം. എനിക്കൊരു വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈവൻ ഒരു 84 ഇങ്ങനെ പുഷ് ചെയ്തത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കും.
കണ്ട ഈസിലി ഇപ്പോൾ 100-ൽ നമുക്ക് ഇങ്ങനെ ക്രൂയിസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഈസിലി ക്രൂയിസ് ചെയ്യാൻ പറ്റും. 100 വരെ ക്രൂയിസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ കുറച്ച് സ്ട്രെസ്സായിട്ട് ഓവർ ഹീറ്റായിട്ട് പിസ്റ്റൺ റിംഗ് ഒക്കെ പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവുമായിരിക്കും കുറേ നേരം നമ്മൾ ഓടിക്കുവാണെങ്കിൽ. കാരണം ഇതൊരു ചെറിയ എൻജിനാണല്ലോ. ചെറിയ എൻജിൻ വെച്ച് ഒരു 70-80-ൽ പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. 90 ആണെങ്കിലും ഓക്കെയാണ്, സ്വീറ്റ് സ്പോട്ടാണ്. 100-ൽ പോകാനും സ്വീറ്റ് സ്പോട്ടാണ്. പക്ഷേ ഇങ്ങനെ സ്പീഡ് ചേഞ്ച് ചെയ്ത് ഓടിക്കുക, അതായിരിക്കും വണ്ടിക്ക് മാക്സിമം ലൈഫ് കിട്ടാൻ വേണ്ടി നല്ലത്. ഐ എം ലവിങ് ദിസ് റൈഡ് മാൻ. എന്താ ബ്യൂട്ടിഫുൾ സീനിക് വ്യൂസൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ എക്സ്പൾസാണ് മുമ്പിൽ പോകുന്നത്, എക്സ്പൾസ് 200. ആഷിഫാണ് ഓടിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ആഷിഫിനോട് കമ്പാരിസൺ ചോദിക്കാം. അവനും ഈ വണ്ടി ഇടയ്ക്ക് ഓടിക്കുന്നുണ്ട്. അപ്പം അതാണോ ഇതാണോ ബെറ്റർ, അവൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും കൂടെ നമുക്ക് എടുക്കാമല്ലോ. എന്താ വൈബ്! ഈ റൂട്ടൊക്കെ ഇതിനു മുമ്പ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു വെതർ കിട്ടിയിട്ടില്ല കേട്ടോ. എപ്പോഴും നല്ല വെയിലാണ്, പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോൾ എന്താ രസം കാണാനായിട്ട്. ഒരു ക്ഷീണവും ഒരു തളർച്ചയില്ല. ഇങ്ങനെ കംഫർട്ടബിളായിട്ട് നല്ല വെതറിൽ ഇങ്ങനെ ഓടിച്ചു പോവാം. ധനുഷ്കോടിയൊക്കെ നിങ്ങൾ എന്താണേലും വന്നിരിക്കേണ്ട സ്ഥലം തന്നെ ഉണ്ട്. റൈറ്റിനും ഇപ്പം നവംബർ ഡിസംബറിൽ നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് മൂന്നാർ കയറി ധനുഷ്കോടി വരുന്ന എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരിക്കും. മേ ബി നിങ്ങൾ ധനുഷ്കോടിയിൽ അടിപൊളി സൺസെറ്റൊക്കെ ചിലപ്പോൾ ഈ ടൈമിൽ മിസ് ചെയ്യായിരിക്കും. കാരണം കോടയൊക്കെ ഇങ്ങനെ മൂടി വെതർ ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഭയങ്കര ഒരു രസമുണ്ട്, ഭയങ്കര ഒരു ഫീലുണ്ട്, ഭയങ്കര കാമാണ്. എന്താണേലും ധനുഷ്കോടി എപ്പിസോഡ് വീഡിയോ ഒക്കെ വരുന്നുണ്ടാവും. എന്താണേലും നിങ്ങൾ കാണണം. കുറേ വീഡിയോസ് നമ്മൾ പ്ലാനിങ്ങിലുണ്ട്, എല്ലാം വരുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈ വണ്ടി. ഞാനിതിൽ കുറേ മോശം കണ്ടുപിടിക്കണം, നെഗറ്റീവ് കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും കണ്ടുപിടിക്കുന്ന നെഗറ്റീവുകളൊന്നും അത്ര പോരാ. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് ഓടിക്കാൻ, ഭയങ്കര ഫീലുണ്ട്, ഭയങ്കര നല്ലൊരു എർഗണോമിക്സ് ആണ് ഇരിക്കുന്നത്. പഴയ എക്സ്പൾസിനെക്കാളും കുറച്ചും കൂടെ ഒരു ബെറ്റർ പൊസിഷനാണ് ഇരിക്കുന്നത്. ടാങ്കൊക്കെ കുറച്ച് വലുപ്പമുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ബൈക്കിലിരിക്കുന്ന ഫീലാണ് കിട്ടുന്നത്. കൺസോൾ ആണെങ്കിലും അടിപൊളിയാണ്, സീറ്റിംഗ് ആണെങ്കിലും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. ടയേഴ്സ് ഗ്രിപ്പ് കുറവാണ്. പഴയ എക്സ്പൾസിൻ്റെ ടയേഴ്സ് C8 തന്നെ ആയിരിക്കും ബെറ്റർ. നെക്സ്റ്റിന് ഞാൻ മാറുമ്പോൾ C8 ആണ് ഇടുന്നത്. പക്ഷേ റോഡ് പർപ്പസിന് വലിയ കുഴപ്പമില്ല. ചെറിയ ഓഫ് റോഡൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നല്ല രീതിയിൽ തെന്നി കളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. 58.3 കറക്റ്റ് പറയുകയാണെങ്കിൽ. ആൻഡ് ഇറ്റ് ടുക്ക് അറൗണ്ട് 54 minutes. 64 km/h ആണ് നമ്മുടെ ആവറേജ് സ്പീഡ്. ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറയുന്നത് 40 km/l ആണ്. നോക്കാം നമുക്ക് എത്ര കിട്ടുമെന്നുള്ളത്. പച്ചപ്പും ഹരിതാപകരവും. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ കവർ ചെയ്തിരിക്കുകയാണ്. 1 മണിക്കൂർ 31 മിനിറ്റാണ് ഈ കവർ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67 km/h ആണ്. ആവറേജ് ഫ്യൂവൽ കാണിക്കുന്നത് 38 km/l ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫ്യൂവൽ ബാറിൻ്റെ ചെറിയൊരു കുറവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇനി എനിക്ക് തോന്നുന്നൊരു 60 കിലോമീറ്റേഴ്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരയാണ്. മധുരയിൽ നിന്നൊന്നും ഫ്യൂവൽ ചെയ്യേണ്ട ആവശ്യമില്ല. തേനിയിൽ നിന്ന് ഫ്യൂവൽ ചെയ്യാനാണ് പ്ലാൻ, അല്ലെങ്കിൽ മൂന്നാർ സൈഡിൽ നിന്നും എല്ലാം ഫ്യൂവൽ ചെയ്യണം. തേനിൽ നിന്ന് ഫ്യൂവൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം മൂന്നാർ സൈഡ് കയറുമ്പോൾ കയറ്റമാണല്ലോ. കയറ്റം കയറുമ്പോൾ എന്തായാലും ഫ്യൂവൽ എഫിഷ്യൻസി നല്ല രീതിയിൽ കുറയാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊന്ന് ഹൈവേ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. പക്ഷെ നല്ല അത്യാവശ്യം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാട്ടോ ഓടിക്കുന്നത്. 120, 130 ഒക്കെ ഇടയ്ക്ക് കയറ്റി. എപ്പോഴും ഒരു 90 തന്നെയാണ് നമ്മൾ ക്രൂയിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 90-ൽ കംഫർട്ടബിളായിട്ട് ക്രൂയിസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ വണ്ടിയുടെ അഡ്വാൻറ്റേജ്. ഭയങ്കര ഈസിലി ക്രൂയിസിങ് ആണ്. ഒരു വലിയ എഫേർട്ടൊന്നും വണ്ടി എടുക്കുന്നോ നമ്മളൊന്നും ഒന്നും എടുക്കണ്ട. ഭയങ്കര ഈസി ആയിട്ട് ക്രൂയിസ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പം ഓൾമോസ്റ്റ് ഒരു 150 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് 6th ഗിയറിൽ ഒരു 60 km/h സ്പീഡിൽ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് ഒരു 50, 48, 55 മൈലേജ് വരെ വേണമെങ്കിൽ കിട്ടാം.
പക്ഷേ ഇതൊരു ഓപ്പൺ ഹൈവേ ആണ്. നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ ഹൈ റെവിൽ തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയൊരു മൈലേജ് ഈ ഒരു മൈലേജ് ടെസ്റ്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മൗണ്ടെയ്ൻസിൽ ഓടിക്കുന്ന മൈലേജിനേക്കാളും കുറവായിരിക്കും ഇവിടെ ഓടിക്കുന്ന മൈലേജ്. കാരണം ഓൾ ദ ടൈം ഇതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ത്രോട്ടിൽ നിന്ന് കൈ എടുക്കുന്നില്ല. നമ്മളെപ്പോഴും ഒരു 6000, 7000, 8000 RPM തന്നെയാണ് ഈ ഒരു റൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഒരു 35 കിട്ടിയാൽ തന്നെ വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അതേസമയം നമ്മുടെ എറണാകുളത്ത് നമ്മളിപ്പം എറണാകുളത്ത് നിന്ന് ചാലക്കുടി വരെ പോവുക, തൃശ്ശൂർ വരെ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-55 ഒക്കെ തന്നെയുള്ളൂ. ബ്ലോക്കും ഉണ്ട്, ഇതേപോലെ ഓപ്പണായിട്ടും അല്ല റോഡ് കിടക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ത്രോട്ടിൽ ക്ലോസ് ചെയ്യണം, ത്രോട്ടിൽ ഓപ്പൺ ചെയ്യണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇത് ഫുൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് തന്നെയാണ് നമുക്ക് പിടിക്കേണ്ടത്. അതേപോലെയാണ് റോഡ് കിടക്കുന്നത്. 100-120 നമ്മൾ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജ് വലിയൊരു മൈലേജ് നിങ്ങൾ പ്രതീക്ഷിക്കാൻ നിൽക്കേണ്ട. ഒരു മൗണ്ടെയ്ൻസിൽ ഓടിക്കുന്നതിനേക്കാളും മൈലേജ് കുറവായിരിക്കും ഈ ഒരു ടെസ്റ്റിൽ കിട്ടുന്നത്. ബിക്കോസ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റാണ്, ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. നമ്മളിപ്പം ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഈ മൈലേജ് ആയിരിക്കും നിങ്ങളുടെ എക്സ്പൾസിന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഓടിക്കുമ്പം ഒരിക്കലും ഈ റോഡിൽ നമുക്ക് 50 കിലോമീറ്ററിലൊക്കെ ഓടിച്ച് മൈലേജ് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ മൈലേജ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും ടെസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു ആവശ്യം നിങ്ങൾക്ക് മാക്സിമം എത്ര മൈലേജ് കിട്ടണം എന്ന് ആഗ്രഹമൊക്കെ ഉള്ളവർ, ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ലെറ്റ് മീ നോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ നാട്ടിലെത്തിയിട്ട് വല്ലോ ആതിരപ്പള്ളിയോ ചാലക്കുടിയോ തൃശ്ശൂരോ ഒക്കെ പോയി ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഡെയിലി യൂസിൽ എപ്പോഴും ആ മൈലേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ടെസ്റ്റ് ചെയ്യാം. നമ്മളങ്ങനെ തേനി സൈഡ് എത്താറാവുന്നു. അറൗണ്ട് ഒരു 25 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട് തേനിയിലേക്ക്. ഹാഫ് ടാങ്കിൻ്റെ താഴെയായി ഫ്യൂവൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് 216 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 36 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജാണ് ഇതിൻ്റെ കൺസോളിൽ കാണിക്കുന്നത്. 64 കിലോമീറ്റർ പെർ അവർ ആവറേജ് സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇടയ്ക്ക് നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ആവറേജ് സ്പീഡ് കുറഞ്ഞു പോയത്. മധുരൈ സിറ്റി കൂടെയൊക്കെയാണ് നമ്മൾ കയറി വന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ട്രാഫിക്കിലൊക്കെ പെട്ടു. ഇപ്പോൾ ചെറിയ മഴയുണ്ട്, എന്നാലും യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഒരു മടുപ്പുമില്ല വണ്ടി ഓടിക്കാനായിട്ട്, കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ക്ഷീണമൊന്നുമില്ല. ഒന്ന് ക്ലൈമറ്റ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. നട്ട വെയിലായിരുന്നേ കുറച്ച് ക്ഷീണം വന്നേരാം. ഇപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെയാണ്. വണ്ടിയും അത്യാവശ്യം പവറുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് മധുരയിലൊരു ചായ കുടിക്കാൻ വേണ്ടി മാത്രം നിർത്തി, വേറെ എവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല. ഇനി തേനി സൈഡിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം. രാവിലെ ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. തേനിയിൽ നിന്ന് നമ്മൾ ബോഡിമേട്ട് വഴിയാണ് നമ്മൾ മൂന്നാർ കയറുന്നത്. അപ്പം തേനിയിൽ നിന്ന് ഫ്യൂവൽ അടിച്ചിട്ട് എത്രമാത്രം എഫിഷ്യൻസി കിട്ടി എന്നെനിക്ക് പറയാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഈ കൺസോളിൽ കാണിക്കുന്ന ഫ്യൂവൽ എഫിഷ്യൻസി തന്നെ ഇതിൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതിലും കുറയാനാണ് ചാൻസ് പൊതുവേ. പിന്നെ നമുക്ക് നമ്മുടെ എക്സ്പൾസ് 200 OBD 2.4V വേർഷൻ ഓടിച്ച ആഷിഫാണ്. ആഷിഫിൻ്റെ അടുത്തും കൂടെ ചോദിക്കാം വണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്. ഞാൻ ടോട്ടലി ഹാപ്പിയാണ് ഈ ഒരു റൈഡിൽ, ഈ വണ്ടിയുടെ ഈ പവറിലും ഈ ഒരു പെർഫോമൻസിലും. എനിക്ക് വലിയ മടുപ്പൊന്നുമില്ല. ഒരു സമാധാനമായിട്ട് ടൂർ ചെയ്യാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളായിട്ട് തന്നെയാണ് എക്സ്പൾസ് 210 എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര കംഫർട്ടബിളായിട്ട് റിലാക്സിങ് ആയിട്ട് ടൂർ ചെയ്യാം. പാട്ട് കേൾക്കാം, പാട്ട് മാറ്റാം. ഇപ്പം ഞാൻ ഈ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഇവിടെ സ്വിച്ചസ് ഞെക്കിയിട്ട് പാട്ട് പ്ലേ ചെയ്യാനും പാട്ട് പോസ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ഓ എന്താ വൈബല്ലേ. തേനിക്കൊക്കെ ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ മഴ പെയ്യുമ്പോൾ. ബ്യൂട്ടിഫുൾ വൈബ്സ് മാൻ. എന്താ വൈബല്ലേ തമിഴ്നാട്. ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കെന്തായാലും നിർത്തേണ്ട ആവശ്യമില്ല.
റെയിൻകോട്ട് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ റെയിൻകോട്ട് എടുത്താലും ഞാൻ ഇടില്ല, എനിക്കിങ്ങനെ മഴ കൊണ്ട് ഓടിക്കാൻ തന്നെയാണ് ഇഷ്ടം. നമ്മളിപ്പോൾ തേനിയെല്ലാം കഴിഞ്ഞിപ്പോൾ മൂന്നാർ റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 261 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് എവിടുന്നെങ്കിലും ഫ്യൂവൽ അടിക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ. ഇവിടുന്ന് തന്നെ അടിക്കാം, കാരണം ഇനി അങ്ങോട്ട് കയറ്റം കയറുവാണ്. കയറ്റം കയറി കഴിയുമ്പോൾ ആ ഒരു പ്രോപ്പർ മൈലേജ് കിട്ടണമെന്നില്ല, കുറച്ച് വീണ്ടും ലോ ആവും. അപ്പം അത്രയും അങ്ങ് കൊണ്ടുപോകുന്നില്ല. ഒരു ആവറേജ് മൈലേജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഒരു ട്രിപ്പ് പോകുന്ന സമയത്തുള്ളത്. 261 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഫ്യൂവൽ ഓൾമോസ്റ്റ് ഹാഫ് ടാങ്കിൻ്റെ തൊട്ട് താഴെയുണ്ട്, നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പൾസ് 200 ഒരുമിച്ച് തന്നെയാണ് ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എക്സ്പൾസ് 200-നാണോ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നത്, എക്സ്പൾസ് 210-നാണോ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നതെന്ന് നോക്കാം. ഓൾമോസ്റ്റ് സെയിം സ്പീഡിൽ തന്നെയാണ് നമ്മൾ പോയേക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്പൾസ് 200-നായിരിക്കും. എന്നാലും നമുക്കൊന്ന് നോക്കാം, എക്സ്പൾസ് 210-നാണോ എക്സ്പൾസ് 200-നാണോ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ എന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂ. കൺസോൾ കണ്ട, കൺസോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലത്തെ ഫീലിൽ. ചെറിയ വെയിൽ വന്നിട്ടുള്ളൂ. ചെറിയ വെയിൽ വന്നപ്പോഴേക്ക് തന്നെ കൺസോളിൻ്റെ ഒരു വിസിബിലിറ്റി കുറഞ്ഞു എന്നുള്ളതാണ് സത്യകഥ. നല്ല വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പക്ഷെ തണലിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയോടും ക്ലിയർ ആയിട്ടും കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു അടുത്ത മോഡൽ ഇറക്കുമ്പോൾ അവരത് സെറ്റാക്കുമായിരിക്കും. ഈ ഒരു ഫീഡ്ബാക്ക് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തു, ഭയങ്കര റിഫ്ലക്ഷൻ. നമ്മളങ്ങനെ പമ്പിൽ കയറാൻ വേണ്ടി പോവാണ്. ഒരു നയരയുടെ പമ്പ് കിട്ടിയിട്ടുണ്ട്. 266.2 കിലോമീറ്റേഴ്സാണ് നമ്മളിപ്പോൾ കവർ ചെയ്തേക്കുന്നത്. ആദ്യം നമുക്ക് എക്സ്പൾസ് 200-ന് ഫ്യൂവൽ അടിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് 210 അടിക്കാം. 6.66 ലിറ്റർ ഫുൾ അടിച്ചോളാം പറടാ. ഓക്കെ, 800 രൂപയ്ക്ക് മതി ഫുൾ. എത്ര ലിറ്റർ? 7.81 ലിറ്റേഴ്സ് അല്ലേ? 7.81. ഓക്കെ, 7.81 ലിറ്റേഴ്സാണ് എക്സ്പൾസ് 200 എടുത്തത്. അപ്പോൾ അതിൻ്റെ മൈലേജ് ഒന്ന് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഫില്ലടിക്കാം. 7.81 അപ്പോൾ 266.2 ഡിവൈഡഡ് ബൈ 7.81 ലിറ്റേഴ്സ്. ഇതായിരിക്കും നമ്മുടെ എക്സ്പൾസ് 200-ൻ്റെ മൈലേജ് വരുന്നത്. നോക്കട്ടെ, 34 കിലോമീറ്റർ പെർ ലിറ്ററാണ്. ശരി, കുറച്ച് ലോ ആണ്. ഈ വണ്ടിക്ക് മൈലേജ് കാണിക്കുന്നത് 37 കിലോമീറ്റർ പെർ ലിറ്ററാണ്. അത്രയും കിട്ടുമെന്ന് നോക്കാം. ഇനി നമുക്ക് 210 അടിച്ച് നോക്കാം. ഫുൾ ടാങ്ക്. ഫുൾ അടിച്ചിട്ട് 760 റുപ്പീസ്, 7.43 ലിറ്റർ. അപ്പോൾ നമുക്ക് എക്സ്പൾസ് 210-ൻ്റെ മൈലേജ് നോക്കാം. എക്സ്പൾസ് 210 എത്ര ലിറ്റർ അടിച്ചത്? 7.43 ലിറ്റേഴ്സാണ് അടിച്ചത്. 266.2 ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു? 7.43. ഓ, 35.82. ഓൾമോസ്റ്റ് സെയിം മൈലേജ് തന്നെയാണ് ഇതിനും അതിനും കിട്ടിയേക്കുന്നത്. പറയത്തക്ക വലിയ വ്യത്യാസമൊന്നുമില്ല. 35 കിലോമീറ്റർ പെർ ലിറ്ററാണ് മൈലേജ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ രണ്ട് വണ്ടിക്കും ഓൾമോസ്റ്റ് സെയിം മൈലേജ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. 35 കിലോമീറ്റർ പെർ ലിറ്ററാണ്, 35 സംതിങ് ആണ് ഇതിന് കിട്ടിയേക്കുന്നത്. ഇതിനകത്ത് കാണിക്കുന്ന 37 കിലോമീറ്റർ പെർ ലിറ്ററാണ്. 2 കിലോമീറ്റർ പെർ ലിറ്റർ കൂട്ടിയാണ് കാണിക്കുന്നത്. ആൻഡ് ആ വണ്ടീനേക്കാളും കുറച്ചും കൂടെ മൈലേജ് ഈ വണ്ടിക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണേലും ഇതൊരു ഹൈവേ റൈഡാണ്. ഫുൾ ടൈം നമ്മൾ ത്രോട്ടിൽ കൊടുത്താണ് ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും മൈലേജൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി.
ഒരു ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ്, വലിയ കൂടുതലൊന്നും പറയാനില്ല, വലിയ കുറവൊന്നും പറയാനില്ലാത്തൊരു മൈലേജാണ് 210 കിട്ടിയേക്കുന്നത്. പക്ഷേ നമ്മൾ ഒന്ന് നോക്കി ഓടിക്കുവാണ്. ഹൈവേസിലൊക്കെ ഹൈവേസ് അല്ല, നമുക്കിപ്പോൾ ഡെയിലി ഓട്ടങ്ങൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഒരു 50 റേഞ്ചിൽ 6ാമത്തെ ഗിയറിൽ 50 സ്പീഡിൽ അല്ലെങ്കിൽ 60 സ്പീഡിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല മൈലേജ് ഈ വണ്ടിക്ക് കിട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റേ എക്സ്പൾസിന് എനിക്ക് 60 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എക്സ്പൾസിൻ്റെ മൈലേജ് ടെസ്റ്റ് കൊച്ചിയിൽ നിന്നല്ല കാക്കനാട് നിന്ന് ആതിരപ്പള്ളി പോയി തിരിച്ച് വന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതേപോലെ ടാങ്ക് ടു ടാങ്ക് ടെസ്റ്റ് ചെയ്തപ്പം 60 km/L മൈലേജ് കിട്ടിയ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഹെവി ബ്ലോക്കിലൂടെ ഓടിച്ചിട്ട് 51 km/L മൈലേജ് കിട്ടുന്ന വീഡിയോ ആ വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സെയിം മൈലേജ് തന്നെ ഈ വണ്ടിക്കും കിട്ടും. അത് നമ്മൾ ഓടിക്കേണ്ട രീതിയിൽ ഓടിക്കണം. ഇപ്പോൾ ഹൈവേയിലാകുമ്പോൾ നമ്മൾ ഫുൾ ടൈം ത്രോട്ട് കൊടുത്ത് ഓടിക്കുന്നതുകൊണ്ട് ഫ്യൂൽ അത്രയും നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യും. നമ്മുടെ നോർമൽ ഡേ ടു ഡേ യൂസിനാണെങ്കിൽ ഇതിനേക്കാളും മൈലേജ് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വന്ന റൂട്ട് 50-60 കിലോമീറ്റർ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മൈലേജ് കിട്ടും. പക്ഷേ അങ്ങനെ ഓടിക്കാനല്ലല്ലോ നമ്മൾ വണ്ടി എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മൈലേജ് ഷോർട്ട് ഫീൽ ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണിത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 270 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തു. എനിക്ക് ഒട്ടും ക്ഷീണമില്ല. ഇനി അടുത്തൊരു 300 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. എനിക്കിനി 300 കിലോമീറ്റേഴ്സ് ഇല്ല വീട്ടിലേക്ക് എനിക്കിനി ഒരു 180 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ബട്ട് വെരി കംഫർട്ടബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും നേരത്തെ റൈഡ്. ഇനി അങ്ങോട്ടുള്ള റൈഡും കംഫർട്ടബിളായിട്ട് തന്നെ ഓടിക്കാൻ പറ്റും. മറ്റേ എക്സ്പൾസ് ആണെങ്കിൽ കുറച്ച് ടയേർഡാവും. ഇത് അങ്ങനത്തെ സീനില്ല. സീറ്റും പവറും എല്ലാം ഉള്ളതുകൊണ്ട് ആ എക്സോസ്റ്റ് നോട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിംഗിൾ ചാനൽ ABS മാറി ഡുവൽ ചാനൽ ABS ആയതുകൊണ്ട് കുറച്ചും കൂടെ സേഫ്റ്റി നമുക്ക് തരുന്നുണ്ട്. മറ്റേ വണ്ടി നമ്മളൊരു പാനിക് സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫിഷ് ടൈൽ ചെയ്ത് പല വീഴ്ചകളും പല ആൾക്കാരും വീണേക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ വണ്ടിയിലാണെങ്കിൽ അങ്ങനെ ചവിട്ടിയ ഡുവൽ ചാനൽ ABS ആയതുകൊണ്ട് അങ്ങനത്തെ സീൻ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ സ്പീഡ് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാനും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മറ്റേ വണ്ടി ഈ വണ്ടി ഓടിക്കുമ്പം. എനിക്കിപ്പം ഇത് ഓടിച്ചിട്ട് അതിലേക്ക് പോകുമ്പം ഒരു സുഖമില്ലാത്ത ഫീലാണ് കിട്ടുന്നത്. എനിക്കിത് തന്നെ ഇഷ്ടം. ഞാൻ എന്താണേലും ആര് പുതിയ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എക്സ്പൾസ് 200 വേണോ 210 വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണേലും ഇതേ സജസ്റ്റ് ചെയ്യുള്ളൂ. എക്സ്പൾസ് റാലി വേണോ ഇത് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതേ സജസ്റ്റ് ചെയ്യുള്ളൂ. റാലിയുടെ സസ്പെൻഷൻ അടിപൊളിയാണ്. ഓഫ് റോഡ് പോകുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ സസ്പെൻഷൻ ആയിരിക്കും. റാലി ഓഫ് റോഡിന് വേണ്ടി ഇറക്കിയേക്കുന്ന സസ്പെൻഷനാണ്. ഇപ്പം എന്നാൽ ഇതിൻ്റെ റാലി എഡീഷനും എയ്ക്മേൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ പാർട്സ് ആക്സസറീസൊക്കെ വരും. ഇതിലും നമുക്ക് റാലി കിറ്റൊക്കെ ഫിക്സ് ചെയ്യാം. അല്ലെങ്കിൽ റാലി എഡീഷൻ ആ വണ്ടി വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഓപ്ഷനും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരും. ഇപ്പോൾ വന്നിട്ടില്ല. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് 2 months വരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ആരും ഒരു വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടാത്ത ഹൈപ്പാണ് വണ്ടിക്കുള്ളത്. സാധാരണ വണ്ടി നിർത്തിയല്ല, പുതിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പഴയ വണ്ടിക്ക് ഭയങ്കര ഹൈപ്പാണ്. ഹിമാലയൻ 452 വന്നപ്പം ഹിമാലയൻ 411 നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ. അങ്ങനെയാണ് നമ്മുടെ പൊതുവേ ഉള്ള ഒരു സെയിൽസ് ക്രൗഡ് ഉള്ളത്. നിർത്തിപ്പോകുന്ന വണ്ടിക്ക് ഇതുവരെ ഇല്ലാത്ത ഡിമാൻഡ് വരും. എന്നാൽ ഉള്ള സമയത്ത് ആരും വാങ്ങിക്കത്തുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. അത് 34 ഇത് 35 പോയിൻറ്റ് സംതിങ് ആ ഒരു റിസൾട്ടാണ് നമുക്ക് വന്നത്. എന്താണേലും എക്സ്പൾസ് 200 ഓടിച്ച ആളോട് തന്നെ, ആഷിഫിനോട് തന്നെ നമുക്ക് അതിൻ്റെ റൈഡ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നെന്ന് ചോദിക്കാം. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആഷിഫ് എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട് റൈഡ്? അടിപൊളിയായിരുന്നു. സാധാരണ പറയട്ടെ, റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ധനുഷ്കോടി ഒരു 3-ാമത്തെ തവണ 4-ാമത്തെ തവണയാണ് പോകുന്നത്. എക്സ്പൾസിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. എക്സ്പൾസിൽ പോകുന്നുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 200 നമുക്കൊരു ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല. ആക്ച്വലി നമുക്ക് സിറ്റിയും ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഹിൽസൊക്കെ ഓടിക്കാനാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സുഖമാണ് ഓടിക്കാൻ. വെയിറ്റ് കുറവാണ്. ഇപ്പോൾ എൻഡ്യൂറൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. എഞ്ചിൻ സ്ട്രെസ് ആവുന്നുണ്ട്. എഞ്ചിൻ നമുക്ക് ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഒരു 90-ലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് എഞ്ചിൻ സ്ട്രഗിൾ ചെയ്യാണ്. നമുക്ക് ഒരു ഹൈവേയിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കാലിലേക്ക് വൈബ്രേഷനൊക്കെ അത്യാവശ്യം അറിയാൻ പറ്റുന്നുണ്ട്. അതേസമയം നമുക്ക് ഷോർട്ട് റൈഡിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മൂന്നാർ വരാനും നമുക്ക് അത്യാവശ്യം സിറ്റി യൂസിനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അത്യാവശ്യം മൈലേജും തരുന്നുണ്ട്. 210 ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? 210 എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ
നമ്മൾ 200 വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ഉണ്ട്. പക്ഷേ മൈലേജൊക്കെ ഞങ്ങളിപ്പോൾ കമ്പയർ ചെയ്തപ്പോൾ ഏകദേശം സെയിം തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഹൈവേയിൽ നല്ല പെർഫോമൻസാണ് തരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്താണ്. ആക്ച്വലി ഒരു 90+ ഒക്കെ പോകുമ്പോഴും വണ്ടി ഒട്ടും സ്ട്രെസ് ആവുന്നില്ല. ഭയങ്കര അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല എർഗണോമിക്സ് സിറ്റിംഗ്. അതെ അതെ, സിറ്റിംഗ് സീറ്റ് നല്ല കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ പൊസിഷൻ കുറച്ചും കൂടി നൈസ് ആയിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ കുറച്ചുകൂടി സ്മൂത്തായി. പിന്നെ ഗിയർ 6ാമത്തെ ഗിയർ കൂടി വന്നത് അതിൻ്റെ ഒരു ഗുണം നമ്മൾ ഹൈവേയിൽ അറിയാനുണ്ട് വണ്ടി. ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ ഈ വണ്ടി ഉണ്ട്, ഈ വണ്ടി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ എക്സ്പൾസ് 200 എടുക്കണം, എക്സ്പൾസ് 210 എടുക്കണം, അത് എന്താണ് നിൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് റൈഡ്സ് ഞാൻ പറയില്ല, എൻഡ്യൂറൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 200 തന്നെ ചൂസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് കുറവാണ് വണ്ടി, അത്യാവശ്യം മാത്രം വെയിറ്റ് വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യുന്നു. എന്നാലും നമുക്ക് എൻഡ്യൂറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ വണ്ടിയുടെ ആവശ്യം ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ ഇതിന് കുറച്ചും കൂടെ പവർ അല്ലേ, ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും. നമുക്ക് ഓഫ് റോഡിൽ പവർ അല്ലല്ലോ മെയിനായിട്ട്, പവർ വേണ്ടേ? ചില സമയത്ത് ഇതൊന്നും വലിയ കയറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ തീർന്നു പോകുന്ന സിറ്റുവേഷൻ വന്നിട്ടില്ലേ? കുറുമ്പിക്കരയൊക്കെ പോണ സമയത്ത് വണ്ടി പൊങ്ങി നിൽക്കും. പക്ഷേ അങ്ങനെ നമുക്ക് 210 നല്ല പെർഫോമൻസ് 200 ചെയ്യും ഓഫ് റോഡിൽ. എനിക്ക് തോന്നുന്നുണ്ട്. ഹൈവേയിൽ അതേസമയം 210 ഞാൻ റെക്കമെൻഡ് ചെയ്യും. എനിക്ക് ഹൈവേയിലും ഓഫ് റോഡിലും സിറ്റി എനിക്ക് ഈ വണ്ടിയാണ് കുറച്ചും കൂടി ഇഷ്ടം. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, ഗിയറിങ് അത്രയും ബെറ്റർ ആണ്. പക്ഷെ ഓഫ് റോഡ് എനിക്കിത് മോശമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞത് 200 കുറച്ചും കൂടി പെർഫോമൻസ് കിട്ടുമായിരിക്കും. കാരണം വണ്ടി കുറച്ചും കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് 210 ഹാൻഡിൽ ചെയ്യാൻ വലിയ സീനൊന്നും തോന്നിയില്ല കേട്ടോ. ഓക്കെ, അത് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആണല്ലോ. ഞാൻ എൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവേ പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും 200 പുതിയത് വാങ്ങുന്ന ആളുകളുണ്ട്. 210 മാർക്കറ്റിലുണ്ടെങ്കിലും 200 പുതിയത് വാങ്ങുന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. റാലി കിറ്റ് ഞാൻ പറയാം, എന്തായാലും 210 നല്ല ഓഫ് റോഡ് കേപ്പബിൾ ആയിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു രണ്ടും ഒരേപോലെയൊക്കെ തന്നെ, അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഇതിന്റെ റാലി വരുമ്പോൾ സസ്പെൻഷൻ കുറച്ചും കൂടി, പക്ഷേ ഇതിനും റാലി ഇപ്പോൾ വരുന്നുണ്ട്. അതെ അതെ. അപ്പോൾ എന്താണേലും നമ്മുടെ ചെറിയല്ല കേട്ടോ, അത്യാവശ്യം വലിയൊരു വ്ളോഗിൽ നിന്ന് നമ്മൾ വിടവാങ്ങുകയാണ്. അപ്പോൾ മൈലേജ് ടെസ്റ്റ്, വണ്ടിയുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലെറ്റ് us know in the comment section.